യോ വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ കാലം കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് പോക്കിമോൻ കാർഡ് ഇങ്ങനെ കളിക്കേണ്ടതാണ് മൊത്തം പറയുന്നത്. ഫുൾ എക്സ്പ്ലനേഷൻ കാണും. നമ്മളൊരു ഒറിജിനൽ വേർഷൻ ആയിരിക്കും. കുറേ മാറ്റങ്ങളുണ്ട്. നേരത്തെ വീഡിയോ പോലെയല്ല, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലും നിങ്ങൾക്ക് വന്നിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം കാർഡ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് കാർഡ് വെക്കേണ്ടത്. നമുക്കും 7 കാർഡുണ്ട്, ഒപ്പോണൻറ്റിനും 7 കാർഡുണ്ട്. അപ്പോൾ 2 പേർക്കും 7 കാർഡാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പോക്കിമോൻസ്, അത് ഒപ്പോണൻറ്റിൻ്റെ പോക്കിമോൻസ്. പിന്നെ സൈഡിലായിട്ട് ഇവിടെ 4 പ്രൈസ് കാർഡ് 8 പ്രൈസ് കാർഡ് നമുക്കും ഒപ്പോണൻറ്റിനും 8 പ്രൈസ് കാർഡ്. ഇത് പ്രൈസ് കാർഡ് അതിൻ്റെ പേര്. അപ്പം ഇത് നമുക്ക് 8 വെച്ച് കളിക്കാം, 10, 12 കളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൈസ് കാർഡ്, നമ്മുടെ പോക്കിമോൻസ്, പിന്നെ ബാക്കി വരുന്ന കാർഡ് ഡെക്ക്, അത് സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കാർഡ് നോക്കാവുന്നതാണ്. മീൻസ് ഞങ്ങൾ കാണിക്കുവാണ്. നിങ്ങൾ കളിക്കുമ്പോൾ ഒപ്പോണൻറ്റിനെ കാണിക്കില്ലേ, നമ്മൾ മറച്ചു പിടിച്ച് കളിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാർഡ്സ്. അപ്പം ഫസ്റ്റ് നമുക്കൊരു കാർഡിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റണം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ കാർഡ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വിടുന്നത്. അപ്പം ഫസ്റ്റ് ഇത് എടുത്തിട്ട് നമ്മളിത് മടക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കാർഡ്സ് അതേപോലെ തന്നെ വീണ്ടും അത് മടക്കി വെക്കണം. ഇനി ഓപ്പോണൻ്റ് ചാൻസ്, ഓപ്പോണൻ്റ് കാർഡ് നോക്കും, നമ്മൾ കാണിക്കില്ല. എന്നിട്ട് ഓപ്പോണൻ്റ് കാർഡ് നോക്കി, അത് കഴിഞ്ഞിട്ട് ഓപ്പോണൻ്റ് ഇപ്പം ഈ കാർഡ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വെച്ചാൽ ഇപ്പം ഓപ്പോണൻ്റ് ഈ കാർഡ് അറ്റാക്ക് ചെയ്യാൻ ചെയ്തു. എന്നിട്ട് ബാക്കി കാർഡ് വരുന്നതെല്ലാം മാറ്റി വെക്കണം. ഇപ്പം എനിക്കറിയത്തില്ല ഒപ്പോണൻ്റ് ഇടുന്ന കാർഡ് ഏതാണെന്നും ഒപ്പോണൻറ്റിന് എൻ്റെ കാർഡ് ഏതാണെന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കണം, റിവീൽ ചെയ്യാം കാർഡ്. ഒപ്പോണൻറ്റും റിവീൽ ചെയ്യും, നമ്മൾ റിവീൽ ചെയ്യും. ഇതാണ് കാർഡ്. ഞാൻ ഫസ്റ്റ് ചാരിസാർഡിനെ അറ്റാക്ക് ചെയ്യാൻ വിട്ടേക്കുന്നത്. ഒപ്പോണൻറ്റ് ഡുറാൾഡിനാണ് അറ്റാക്ക് ചെയ്യാൻ വിട്ടേക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് പിന്നെ ഇതാണ് ഈ പോക്കിമോൻ്റെ അറ്റാക്ക്. ഇത് ഹെൽത്താണ്, ഈ പോക്കിമോൻ്റെ ഹെൽത്ത്, ഇത് അറ്റാക്ക്. അപ്പോൾ ഇത് 2 അറ്റാക്ക് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം പറയാം, നമുക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഒരു കോയിൻ വേണം. ഇപ്പം നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം ആദ്യമേ. കഴിഞ്ഞിട്ട് ഹെഡ് വന്നാൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ടെയിൽ വന്നാൽ ഒപ്പോണൻറ്റ് ചാൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒപ്പോണൻറ്റ് അതുപോലെ തന്നെ ടെയിൽ വന്നാൽ നമുക്ക് ചാൻസ് കിട്ടും വീണ്ടും. ഒപ്പോണൻറ്റ് ഹെഡാണ് വന്നെങ്കിൽ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ടെയിലാണ് വന്നിരിക്കുന്നത്, അപ്പോൾ എനിക്ക് തേക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഓപ്പോണൻറ്റ് ഫ്ലിപ്പ് ചെയ്യും. ഓപ്പോണൻറ്റ് ഫ്ലിപ്പ് ചെയ്തപ്പോൾ ഹെഡാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇനി ഓപ്പോണൻറ്റിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഓപ്പോണൻറ്റ് പോക്കിമോൻ്റെ അറ്റാക്ക്, 220. പിന്നെ ഇത് ഓപ്പോണൻറ്റിൻ്റെ ഹെൽത്താണ്, HP മണ്ടേ കാണുന്നത് ഹെൽത്ത്, ഇത് അറ്റാക്ക്. ഇപ്പം ഓപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്ത് 220. എൻ്റെ പോക്കിമോൻ്റെ HP 330 ഉള്ളൂ. അപ്പം 220 മൈനസ് 330, അപ്പം 110. അപ്പം ഇനി എൻ്റെ പോക്കിമോന് 110 HP കൂടെ ഉള്ളൂ ബാക്കി. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫ്ലിപ്പ് ചെയ്യും. അപ്പം ഹെഡാണ് വന്നിരിക്കുന്നത്, അപ്പം ഇനി എനിക്ക് അറ്റാക്ക് ചെയ്യാം. അപ്പം എൻ്റെ പോക്കിമോൻ്റെ അറ്റാക്ക് 330. 2 അറ്റാക്ക് കൊണ്ട് ഞാൻ ഈ അറ്റാക്കാണ് ചൂസ് ചെയ്തത്. അപ്പം 330 എൻ്റെ പോക്കിമോൻ അറ്റാക്ക്. അപ്പം ഈ പോക്കിമോൻ്റെ HP 330 തന്നെയാണ്. അപ്പം ഒറ്റയടിക്ക് തന്നെ ഈ പോക്കിമോൻ കളത്തിൽ നിന്ന് ഔട്ടാവുന്നിരിക്കും. അപ്പോൾ ഈ പോക്കിമോൻ പുറത്താവും. അപ്പോൾ ഇത് ഇടയ്ക്ക് മാറ്റി. അപ്പം ഇപ്പം ഓപ്പോണൻറ്റിന് ആ ഒരു കാർഡ് പുറത്തായി. അപ്പം ഇതിൻ്റെ അടിയിൽ എഴുതി കാണും, ഈ പോക്കിമോനെ നമ്മൾ കൊന്നാൽ ഇതിന് 3 പ്രൈസ് കാർഡ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. മീൻസ് ഇപ്പോൾ ഇത് പുറത്തായി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് 3 പ്രൈസ് കാർഡ് എടുക്കാൻ പറ്റും. അപ്പം ഈ 3 പ്രൈസ് കാർഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡെക്കിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇതെടുത്ത് അകത്ത് വയ്ക്കാം. അപ്പം അങ്ങനെ ഓരോ പോക്കിമോനെയും ഔട്ടാക്കിയിട്ട് ഈ പ്രൈസ് കാർഡ് എടുത്ത് തീരുവാണെങ്കിൽ നമ്മൾ കളി ജയിക്കും. ഇപ്പം ഓപ്പോണൻറ്റ് ആദ്യം തന്നെ പ്രൈസ് കാർഡെല്ലാം തീർത്താൽ ഓപ്പോണൻറ്റ് ജയിക്കും. ഇപ്പം നമ്മൾ ആദ്യം പ്രൈസ് കാർഡെല്ലാം തീർത്താൽ നമ്മൾ ജയിക്കും. പോക്കിമോൻ പുറത്തായി. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കാർഡ് എടുത്ത് അടുത്ത അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഓപ്പോണൻറ്റിൻ്റെ ഇഷ്ടമുള്ള കാർഡ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഡെക്കിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരേ ഇതുണ്ട്, ഇത് ചിഹ്നം കണ്ടോ, ഇത് ഫയർ ടൈപ്പാണ്, ഇത് കണ്ണിൻ്റെ. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും 3 ഒരേ ചിഹ്നമുള്ള കാർഡുണ്ടെങ്കിൽ, ഇപ്പോൾ 1, ഇത് 2 നോക്കാം, 3 ഒരേപോലെ ചിഹ്നമുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ട വയ്ക്കാവുന്നതാണ്, ഈ ഡെക്കിൽ വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിക്കുന്ന ഒരു കാർഡ് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ 3 ഇപ്പം ഞാൻ പറയാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഈ 3 കാർഡ്, ഒരേ ചിഹ്നമുള്ള 3 കാർഡുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏതെങ്കിലും വേണ്ടാത്ത കാർഡ് ഉണ്ടെങ്കിൽ ഡെക്കിലേക്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കാർഡ് പകരമായിട്ട് എടുക്കാം. ഇതാണ് എനിക്ക് വേണ്ടാത്തത്. അപ്പോൾ ഞാനെടുത്ത് ഇതിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കുന്ന് ഒരു കാർഡ് എടുത്ത് വെക്കണം. ചിലപ്പോൾ ഇത് നല്ലതായിരിക്കും, ചിലപ്പോൾ ഇത് കൊള്ളാത്തതായിരിക്കും. പക്ഷെ നമുക്കിത് എടുക്കണം, ഈ കാർഡ്. എന്നിട്ട് നമുക്ക് ഡെക്കിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഓപ്പോണൻറ്റിന് ഇതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിന്. പിന്നെ വേറെ വഴിയുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ. ഇപ്പം ഒരേ പേരുള്ള നമുക്ക് 2 കാർഡ് ഉണ്ടെങ്കിൽ, ഒരേ സെയിം പേരുള്ള കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഇവിടെ കണ്ടോ, ഓരോ പോക്കിമോൻ ഓരോ ഇത് കണ്ടോ, സ്റ്റാർ കാണും. ആ സ്റ്റാർ ഇപ്പോൾ 4 സ്റ്റാറുള്ള 3 കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാർഡ് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മാച്ചിലേക്ക് വരാം. അപ്പം ഞാൻ അടുത്തിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാർഡാണ്. എന്നിട്ട് ഒപ്പോണനെ കാണിക്കാതെ ഞാനത് മടക്കി വയ്ക്കും. അതുപോലെ തന്നെ ഒപ്പോണൻ്റെ കാർഡെല്ലാം നോക്കും. എന്നിട്ട് നമ്മളെ കാണിക്കില്ല. എന്നിട്ട് ഒപ്പോണൻ്റെ ഇഷ്ടമുള്ള കാർഡ്, ഇപ്പോൾ ഒപ്പോണൻ്റെ ഇത് ഇഷ്ടമുള്ള കാർഡ് ഇതാണെന്നിരിക്കും. എന്നിട്ട് ഇതെടുത്ത് മടക്കി വെച്ച് അറ്റാക്ക് ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള കാർഡ് മടക്കി വയ്ക്കും. എന്നിട്ട് വീണ്ടും ഇത് റിവീൽ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ഹെഡും ഡെയിലിട്ട് ടോസ് കോയിനും കൊണ്ട് കളിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പോക്കിമോൻ ഔട്ടായ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്രൈസ് കാർഡ് എടുക്കാം. ഓരോ പോക്കിമോൻ്റെ അടിയിലായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര പ്രൈസ് കാർഡ് എടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കണം. ഇത് കണ്ടോ, ഒരു പോക്കിമോൻ അടിയിൽ വീക്ക്നെസ് സംഭവമുണ്ട്, വീക്ക്നെസ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ പോക്കിമോന് വീക്ക്നെസ് ഇതാണ്, റെസിസ്റ്റൻസ് ഇല്ല. വീക്ക്നെസ് T ടൈപ്പ് പോക്കിമോണിൻ്റെ ചിഹ്നം കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് T ടൈപ്പ് പോക്കിമോൻ അറ്റാക്കിങ് അവൻ്റെ ആ പോക്കിമോൻ്റെ അറ്റാക്ക് ×2 ആകും. അതതിൻ്റെ വീക്ക്നെസ്. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഓപ്പോണൻറ്റിൻ്റെ പോക്കിമോൻ ഈ ചിഹ്നമാണ്. ഇപ്പോൾ ഈ ഫയർ ടൈപ്പ് ചിഹ്നമല്ല. അപ്പം കുഴപ്പമില്ല, അതിൻ്റെ പോക്കിമോന് കുഴപ്പമില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇത് ഫയർ ടൈപ്പ് ആണെന്ന് കരുതിക്കോ. ഇത് ഫയർ ടൈപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് 202 അല്ലേ, ഇതിന് ×2 ആവും. അപ്പം 220 × 2 440 ആയിട്ട് ഒറ്റയടിക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ വേറെ ചിഹ്നമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ വീക്ക്നെസ് ഈ ടൈപ്പാണ്, ×2. ഇതല്ലല്ലോ, ഇതായിരുന്നെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് ×2 ആയതിന്. എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്തതിന്. പിന്നെ ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിച്ചിരിക്കുന്ന ഈ ചിഹ്നം -30 എന്ന് വെച്ചാൽ ഈ ചിഹ്നം എൻ്റെ പോക്കിമോൻ ഈ ചിഹ്നമുള്ളതല്ല, ഈ ചിഹ്നമുള്ളതായിരുന്നെങ്കിൽ -30 എൻ്റെ അറ്റാക്ക് -30 ആയിട്ടേ അതിനെ ഭരിക്കുകയുള്ളായിരുന്നു. അപ്പം റെസിസ്റ്റൻസും വീക്ക്നെസ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ചില കാർഡിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടത്. ചില കാർഡ് ഇതിൻ്റെ അറ്റാക്ക് ഇങ്ങനെ ഓരോ നമ്പർ അറ്റാക്ക് പ്ലസ് ആയിരിക്കും, പ്ലസ് കാണും. ഇപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് 30+. ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏകദേശം അറ്റാക്ക് ചെയ്തു, ഹെഡ് വീണാൽ സാധാരണ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഓപ്പോണൻറ്റിന് കൊടുക്കുവാണ്. പക്ഷേ ഇത് പ്ലസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹെഡ് വീഴുന്നതനുസരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ടെയിൽ വന്നാൽ ഓപ്പോണൻറ്റിന് കൊടുക്കണം. അപ്പോൾ പ്ലസിൻ്റെ ഉപയോഗം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ മാച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അങ്ങോട്ടും കൂടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു ഇത് വെച്ച് കോയിൻ വെച്ച് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഒരു പോക്കിമോൻ ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൈസ് കാർഡ് വെച്ച് എടുക്കും, എടുക്കും. ചിലപ്പോൾ 2 പ്രൈസ് കാർഡ്, ചില പോക്കിമോൻ 2 പ്രൈസ് കാർഡ് എടുക്കും, ചില പോക്കിമോൻ 3 പ്രൈസ് കാർഡ് എടുക്കാൻ പറ്റും. അത് നമ്മൾ വായിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് തീർന്നു കഴിയുമ്പം ആദ്യമേ തീർക്കുന്നത് അവർ വിജയിക്കുന്നതായിരിക്കും പോക്കിമോൻ്റെ. ഇത് നമുക്ക് കോയിൻ ഡൈസും വെച്ച് മാച്ച് കളിക്കാം. ഡൈസ് മീൻസ് ഡൈസ് വെച്ച് ഇപ്പോൾ 5 വരുവാണെന്നിരിക്കും. 5 വരുവാണെങ്കിൽ നമുക്ക് അറ്റാക്ക് അങ്ങനെ കളിക്കാം. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് ഡൈസ് വെച്ച് വീഡിയോ ഇടാമെന്ന്. സോറി, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം, ട്രൈ ചെയ്യാൻ വിടാൻ. പിന്നെ നമുക്ക് സ്റ്റോൺ പേപ്പർ വെച്ചും കളിക്കാൻ പറ്റും. സ്റ്റോൺ പേപ്പർ തേട്ട് ഇപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും കളിക്കാം കേട്ടോ, കുറേ വഴിയുണ്ട് കളിക്കാൻ. അപ്പം ഈ പോക്കിമോൻ മാച്ച് ഫുള്ള് കളി മൊത്തം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിച്ചേക്കണം, ഞാൻ അപ്പം തന്നെ റിപ്ലൈ പറയാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. So I'm going to signing out guys. Bye.